നമസ്കാരം. സ്ത്രീ ശബ്ദത്തിലേക്ക് സ്വാഗതം. ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം. ഓട്ടിസത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം നമുക്കില്ല എന്നത് ദുഃഖിപ്പിക്കുന്ന വസ്തുതയാണ്. ഓട്ടിസം റിസർച്ചിനായി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് സ്ത്രീ ശബ്ദത്തിൽ നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ജഗതി നായർ. നമസ്കാരം. ഓട്ടിസം തന്നെ ഒരു റിസർച്ച് മേഖലയായി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഞാൻ ആദ്യമായി റിസർച്ച് നടത്തിയത് ലേണിംഗ് ഡിസബിലിറ്റീസിലായിരുന്നു. ആ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക തന്നെ പല സ്കൂളുകൾ സന്ദർശിക്കാനിടയായി. അതിൽ അങ്ങനെ ഓരോ ക്ലാസ് മുറികളിൽ സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളെ കാണാറുണ്ട്. അവർ ലോണേഴ്സ് ആയിരിക്കും നമ്മുടെ ക്ലാസ് മുറികളിൽ, ആരും ശ്രദ്ധിക്കാതെ, എന്നാൽ വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ് താനും. അപ്പൊ ഇവരെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഉണ്ടായിരുന്നു. റിസർച്ചിന് ശേഷം ഉപരിപഠനത്തിനായി US പോകാൻ അവസരം കിട്ടി. അതിനുശേഷം അവിടെ തന്നെ ജോലിയും ശരിയായി. അപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് കരുതി ഇപ്പോൾ ഞാൻ US ഏർലി ഇന്റർവെൻഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെയധികം കുട്ടികളെ സഹായിക്കാനും അവരുടെ മാതാപിതാക്കളെ സഹായിക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. ഇതൊരു പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെങ്കിലും. ഓട്ടിസത്തെ കുറിച്ചുള്ള അവയർനെസ് മറ്റ് കൺട്രീസിൽ വളരെ നാളുകളായിട്ടുണ്ട്. 1940കളിലാണ് ഇതിന്റെ ആരംഭം, ഓട്ടിസം എന്താണെന്നുള്ളതിനെ കുറിച്ച്. അപ്പം നമ്മൾ 60 വർഷം പുറകിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓട്ടിസത്തിന്റെ കാര്യത്തിൽ. എന്തായാലും ഇതുപോലെ ഒരു സന്ദർഭം ലഭിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. ഈ ഓട്ടിസം എന്നുള്ളത് മറ്റു പല അസുഖങ്ങളുമായും, ഓട്ടിസം എന്നുള്ളത് ഒരു അസുഖം എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഇത് മറ്റു പല അസുഖങ്ങളുമായി അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമായിട്ട് അത്തരം അസുഖങ്ങളായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. എല്ലാം ഓട്ടിസം എന്നുള്ള വിഭാഗത്തിൽപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. ശരിക്കും എന്താണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്? നമ്മൾക്ക് നമ്മുടെ ഇടയിൽ